ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. യൂണിറ്റ് 5 നസാരെ കാഴ്ചപ്പാടുകൾ. ഇതിൽ നമുക്ക് 2 ചാപ്റ്ററാണുള്ളത്. അതിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്നെടുക്കുന്നത് കേട്ടോ. പ്രേം കെ സിവ ഓർ കുച്ച് നഹി. ഇത് എഴുതിയത് ജസീന്ത കർക്കട്ട. ഇതൊരു ഡയറിയാണ്. जसींदा करकटे का जन्म झारखंड में हुआ. वे लेखक एवं पत्रकार है. अंगोर, ईश्वर और बाजार, जसींदा की डायरी, जड़ों की ज़मीन आदि उनकी प्रमुख रचनाएं हैं. वे प्रेरण सम्मान, रविशंकर उपाध्याय युवा कवि सम्मान, अपराजिता सम्मान आदि से पुरस्कृत है. ഈ ജസീന്ത കർക്കട്ട ജനിച്ചത് 1983 ജാർഖണ്ഡിലാണ്. ഇവർ ജേർണലിസ്റ്റാണ്, എഴുത്തുകാരിയാണ്. ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. റാഞ്ചി ജാർഖണ്ഡ് 27 जून 2022 सोमवार. रिम्स झारखंड का सबसे बड़ा सरकारी अस्पताल है. इस अस्पताल में एक रिपोर्ट लेने में कतार में खड़ी थी. मेरे आगे एक व्यक्ति खड़ा था. उसे भी कोई റിപ്പോർട്ട് लेनी थी. ഇതൊരു ഡയറി ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എന്ത് എഴുതിയിട്ടുണ്ട്, ഡേയും ഡേറ്റും ഒക്കെ എഴുതിയിട്ടുണ്ട്. റിംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാർഖണ്ഡിലെ ഏറ്റവും വലിയ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റലിൽ ഒരു റിപ്പോർട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ക്യൂവിൽ നിൽക്കുകയാണ് നമ്മുടെ ലേഖിക, അതായത് ജസീന്ത കർക്കട്ടെ. അവരുടെ മുന്നിൽ മേരെ ആകെ ഏക്ക് വ്യക്തി കെടാതെ, അവരുടെ മുന്നിൽ വേറൊരാളും കൂടെ നിൽക്കുന്നുണ്ട്. അവരും എന്തിന് നിൽക്കുകയാണ്, ഈ റിപ്പോർട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പൈസെ ജമാ കർത്തെ വക്ത് ഉസ്കെ പാസ് 20 രൂപയെ കം പട് രഹേ थे. वह परेशान इधर उधर ताक रहा था. बार बार जेब में हाथ डालता था. पीछे वाले लोग ജൽദി കരോ ചില്ലാ രഹേ थे. അപ്പോൾ ഈ മുന്നിൽ നിൽക്കുന്ന ആൾ കാശ് കൊടുക്കാൻ നേരത്തെ ഇയാളിൽ 20 രൂപ കുറവുണ്ടായിരുന്നു. അദ്ദേഹം ആകെ വിഷമിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് പോക്കറ്റിൽ കൈയിടുന്നുണ്ട്. അപ്പോഴത്തേന് ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർ ജൽദി കരോ എന്ന് പറഞ്ഞിട്ട് വേഗം എന്ന് പറഞ്ഞിട്ട് ബഹളം വെക്കാൻ തുടങ്ങി. वह इधर उधर फ़ोन लगने लगा. 20 रुपया नहीं मिल रहा. लाइन में खड़ा हो, लेकर जल्दी आइए, वो किसी से फ़ोन पर कह रहा था. तभी मैंने 20 रुपये निकाल कर उसकी ओर बढ़ा दिए. उसने राहत की सांस ली. मैंने देखा आदमी छोटी सी मदद के लिए आसपास खड़े इंसानों की तरफ नहीं देख सकता. അസഹായ് മഹ്സൂസ് കർത്താ ഹെ. അപ്പം ഈ 20 രൂപ ഇല്ലാതെ ഇയാൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോൺ ചെയ്യുന്നുണ്ട്. ഫോൺ ചെയ്തിട്ട് എന്താണ് പറയുന്നത്, എൻ്റെ കയ്യിൽ 20 രൂപ ഇല്ല, ഞാനിവിടെ ലൈനിൽ നിൽക്കുകയാണ്, വേഗം വരൂ എന്ന് ആർക്കോ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ജസീന്ത കർക്കട്ടെ അതിൻ്റെ ബാക്കിൽ തന്നെ നിൽക്കുന്നുണ്ടല്ലോ. അങ്ങനെ അവർ 20 രൂപ എടുത്തു കൊടുത്തു. അപ്പോൾ ഈ 20 രൂപ കിട്ടിയപ്പോൾ ഇയാൾ ഒരു ദീർഘനിശ്വാസം വിട്ടു എന്നാണ് പറയുന്നത്. ഉസ്നെ രാഹത്ത് കി സാംസ്ലി, ദീർഘനിശ്വാസം അല്ലേ, ഒരു കാശ് കിട്ടിയപ്പോൾ ഉള്ള ഒരു ആശ്വാസം. എന്നിട്ട് ഇവരെ നോക്കി. അപ്പോൾ അടുത്തുള്ള ആൾക്കാരൊക്കെ ഈ ഒരു ചെറിയ സഹായമാണെങ്കിലും മറ്റുള്ളവർ കാണുമെന്ന് വിചാരിച്ചിട്ട് ഇയാൾ ആരെയും നോക്കുന്നില്ല. അങ്ങനെ ഇയാളൊരു നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ജസീന്ത കർക്കട്ടെ ഇവരെ സഹായിച്ചത്. काम पूरे होने पर वह कतार से अलग हो गया और 20 रुपये के लिए फ़ोन पर किसी को बुलाता रहा. मैं रिपोर्ट लेकर जाने लगी तो वह पास आया. ज़रा रुकिए, धन्यवाद, आपके 20 रुपये. पैसे लौटाते हुए उसने कहा, अरे वापस करना ज़रूरी नहीं है, 20 ही तो रुपये है. मैंने कहा, नहीं, वह 20 ही रुपये नहीं दे, कहकर वह चला गया. എന്താണ്ടായേ,
ഇവരുടെ ഈ ജോലിയൊക്കെ കഴിഞ്ഞ്, ജോലി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ക്യൂവിൽ നിന്ന് ഈ റിപ്പോർട്ട് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണല്ലോ. അതൊക്കെ നിന്നിട്ട് ക്യൂവിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന സമയത്ത് ഇയാൾ ആരോടോ വിളിച്ചിട്ട് 20 രൂപ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നല്ലോ, അത് കിട്ടി. അങ്ങനെ നമ്മുടെ ജസീന്ത കർക്കട്ടയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയാണ്, ജരാ രുക്കിയോ, ഒന്ന് നിൽക്കോ, ഒരു നിമിഷം ഒന്ന് നിൽക്കോ, ധന്യവാദ്, ഇവരോട് നന്ദി പറയാണല്ലേ, താങ്കളുടെ 20 രൂപ ഇതാ. ആ കാശ് തിരിച്ചു കൊടുത്തോണ്ട് പറയാണ്. അപ്പോൾ നമ്മുടെ ജസീന്ത എന്താ പറയുന്നത്, വാപ്പസ് കർണ ജരൂരി നഹി ഹെ, അയ്യോ ഇത് തിരിച്ചു തരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ഇതൊരു 20 രൂപ മാത്രമല്ലേ, 20 ഹി തോ രൂപയേ ഹെ മേനെ കഹ, ഈ ജസീന്ത കർക്കട്ട പറഞ്ഞു. അപ്പോൾ അയാൾ എന്താ പറഞ്ഞത്, നെഹി വഹ് 20 ഹി രൂപയെ നെഹിൻ്റെ, ഇതൊരു 20 രൂപ മാത്രമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ എന്താ അങ്ങനെ പറയണത്, ആ വരിയിൽ നിന്നിട്ട് ഒരു 20 രൂപ ഇല്ലാതെ അയാൾ ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ 20 രൂപ കൊടുത്ത് സഹായിച്ചത്. അപ്പോൾ അതിന് അയാൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വാല്യൂ ഉണ്ട് അല്ലേ. ആ ഒരു നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ അത് കിട്ടിയപ്പോൾ അയാൾക്ക് അതിന് നല്ല വാല്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് പറയണത്, ഇതൊരു 20 രൂപ മാത്രമല്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ നടന്നു പോവുകയാണ്. അപ്പോൾ ഇത്ര ഭാഗമാണ് ഇന്നെടുത്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിച്ചു നോക്കുക. നെക്സ്റ്റ് ഭാഗം പിന്നെ എടുക്കാം.